കാരശ്ശേരി മാഷ്, ഈ വിധിന്യായം സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ തെറ്റായ സന്ദേശം നൽകുന്ന വിധിയാണിത് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കുറച്ചു ദിവസം മുമ്പ് ദിലീപ് അടക്കമുള്ള ഗൂഢാലോചന കേസിലെ പ്രതികളായ 4 പേരെ നിരുപാധികം വിട്ടയക്കുകയും ഇപ്പോൾ ബാക്കിയുള്ള 6 പേർക്ക് പറയുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിക്കുകയും ചെയ്തപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിയമം പഠിച്ച ആളല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സാമാന്യ ബുദ്ധി വെച്ച്, എൻ്റെ നീതിബോധം വെച്ച് വർത്തമാനം പറയാണ്. എനിക്ക് നിയമപരിജ്ഞാനമൊന്നുമില്ല. പിന്നെ ഈ കുറ്റവാളികളുടെ പ്രായത്തെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയൊക്കെ ജഡ്ജി സംസാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയൊരു കഥയാണ്. ഒരാൾ സ്വന്തം അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്നു. കോടതിയിൽ അത് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഈ പറയാനുള്ളത്? അപ്പോൾ പറഞ്ഞു, ഞാൻ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തൊരു അനാഥനാണ്, കോടതി എന്നോട് ദയവ് കാണിക്കണം. ഈ തരത്തിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ സ്ത്രീത്വം എത്ര അനാഥവും അരക്ഷിതവുമാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഈ കോടതി അങ്ങനെ പറയാൻ പാടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷപാതപരമായി പെരുമാറി എന്ന് വിചാരിക്കാനാണ് ന്യായം. ഞാൻ 1-2 ഉദാഹരണം പറയാം. തൻ്റെ കേസ് ഒരു വനിതാ ജഡ്ജി കേൾക്കണം എന്ന് ഈ നടി ആവശ്യപ്പെട്ടു. വനിതാ ജഡ്ജി വന്നു. വനിതാ ജഡ്ജിയുടെ പെരുമാറ്റം തീർത്തും പക്ഷപാത നിഷ്ഠമാണ് എന്നും തനിക്ക് നീതി കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഈ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ് അവർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇപ്പോൾ നമ്മളോട് അവരുടെ അഡ്വക്കേറ്റ് മിനി പറയുന്നു, അവരെ ഒന്നും പറയാൻ അവർക്ക് അവസരം കൊടുത്തിട്ടില്ല കോടതി എന്ന്. അപ്പോൾ നമ്മൾ കേട്ട അനവധി കാര്യങ്ങൾ തന്നെ വെറുതെ കേട്ടതല്ല. ഇപ്പോൾ വിചിത്രമായൊരു കേസാണിത്. കാരണം ആളുകൾ കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ബലാത്സംഗം ചെയ്യും. പക്ഷേ കൊട്ടേഷൻ എടുത്ത് ബലാത്സംഗം ചെയ്യുന്ന ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും അത്. ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നുള്ള ഒരു സംഗതിയിലേക്ക് കോടതി പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാഹചര്യ തെളിവുകളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ നിയമം പഠിച്ച ആളല്ല. പക്ഷേ നമ്മുടെ ഒരു സാമാന്യ ബോധമുണ്ടല്ലോ, അത് വെച്ചിട്ട് പറയാണ്. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. ഒന്നെന്താണെന്ന് വിചാരിച്ചാൽ, ഇതിൻ്റെ വകയിലാണ്, ഈ ചർച്ചയുടെ പരിസരത്തിലാണ് WCC വിമൻ കലക്റ്റീവ് ഇൻ സിനിമ എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായത്. ആ പ്രസ്ഥാനം വരുമ്പോഴാണ് മറ്റ് തൊഴിൽ മേഖലകളിൽ എന്ന പോലെ സിനിമാ മേഖലയിലും സ്ത്രീകൾ എത്ര അരക്ഷിതരാണ്, ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ്, വിവേചനങ്ങളാണ് അവർ നേരിടുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. ഈ സുന്ദരികളും നർത്തകികളും പ്രസിദ്ധകളും ആയ സമ്പന്നകളായ ഈ നടികൾ പലരും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോൾ വല്ലവരുമല്ല, നമ്മുടെ DGP ആയിരുന്ന ശ്രീലേഖ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടു, പൾസർ സുനി ഇത്തരം കാര്യങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, അവരാരും പരാതി കൊടുത്തില്ല. പരാതി കൊടുക്കാൻ സ്ത്രീകൾ പേടിക്കുന്നൊരവസ്ഥ കേരളത്തിലുണ്ട്. പോലീസിനെ വിശ്വാസമില്ല, പാർട്ടികളെ വിശ്വാസമില്ല, നേതാക്കന്മാരെ വിശ്വാസമില്ല. ഇപ്പോൾ പല കേസിലും, ഇപ്പോൾ നമ്മൾ സൂര്യനെല്ലി കേസോ മറ്റതുപോലുള്ള കേസുകളൊക്കെ ഓർത്ത് നോക്കുക, ഐസ്ക്രീം പാർലർ കേസ്, അങ്ങനെ ഈ തരത്തിലുള്ള എത്ര കേസുകൾ, അതിൽ ന്യായമായി ശിക്ഷ കിട്ടിയ എത്ര പ്രതികളുണ്ട്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അടൂർ പ്രകാശ് ചോദിക്കുകയാണ്, അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, MP ആണ്, UDFൻ്റെ കൺവീനറാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനാണിത് അപ്പീലൊക്കെ പോകുന്നത്, സർക്കാരിന് വേറെ പണിയില്ലേ എന്ന്. സർക്കാരിന് വേറെ എന്താ പണി? അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നിയമമന്ത്രി രാജീവ് പറഞ്ഞു എന്ന് ഈ ചർച്ചയിൽ കേട്ടു, അതായത് ന്യായമായ ശിക്ഷ കിട്ടി എന്ന്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ അതിജീവിതകൾക്ക് അല്ലെങ്കിൽ അരക്ഷിതരായ സ്ത്രീത്വത്തിന് അപമാനം ഉണ്ടാക്കുന്ന, അരക്ഷിതാവസ്ഥ തോന്നുന്ന മട്ടിൽ സംസാരിക്കാതിരിക്കാനെങ്കിലും നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധിക്കണം. അവരിൽ നിന്ന് ഈ ഇവിടുത്തെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള നേതാക്കന്മാർ സ്ത്രീകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അവരെന്താണ് വിചാരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഈ നേതാക്കന്മാർ മാത്രമല്ല, അണികളും അനുയായികളും എന്താണ്. ഇപ്പോൾ ഇവിടുത്തെ നവമാധ്യമങ്ങളിൽ തുറക്കാൻ വയ്യ. കാരണം അവിടുത്തെ ഒരു ഹീറോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് എന്തൊക്കെ സ്വീകരണമാണ്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട് വരുമ്പോൾ അദ്ദേഹത്തെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാനും, അതിന് ജയ് വിളിക്കാനും, അതിന് ലൈക്ക് അടിക്കാനും, ഷെയർ ചെയ്യാനും, കമൻ്റ് ഇടാനും അദ്ദേഹത്തെ കൊണ്ടാടുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ സ്ഥിതി. തിരുവനന്തപുരം ജയിലിൽ നിന്ന്
ബസ്സിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയ ഒരു ചെറുപ്പക്കാരൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ പൂമാലയിട്ട് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാനും ആനയിച്ചു കൊണ്ടുവരാൻ ആളുള്ള സ്ഥലമാണ് കേരളം. ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള സ്ത്രീപീഡകന്മാരെയും അനുകൂലിച്ച് സംസാരിക്കാൻ നമ്മുടെ ചാനലുകളിലും മാധ്യമങ്ങളിലും ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ സൈബർ ലോകത്തുണ്ട്. ഏറ്റവും അധികം ഇപ്പോൾ പെൺകുട്ടികൾ എന്താണ് പരാതിപ്പെടാത്തത്? വേറെ ഒന്നുമില്ലെങ്കിൽ ഈ സൈബർ ലോകത്തെ ആക്രമണം സഹിക്കാൻ വയ്യ. കാരണം മനുഷ്യന് ഏറ്റവും വലുത് മാനമാണല്ലോ. അപ്പോൾ ഒരു പ്രസിദ്ധയായ ഒരു നടിയുടെ സ്ഥിതി ഇതാണെങ്കിൽ ഇവിടുത്തെ സാധാരണഗതിയിലുള്ള സ്ത്രീകളുടെ കഥ എന്താണ്? ഒരു വീട്ടമ്മയുടെ കഥ എന്താണ്? ഇവിടുത്തെ ഏത് ഇത്തരം കേസാണ് കൃത്യമായി ശിക്ഷിച്ചതെന്ന് സത്യത്തിൽ എനിക്ക് ഒന്നും ഇല്ലാന്ന് ഞാൻ പറയില്ല, ഞാൻ അടച്ചാക്ഷേപിക്കില്ല. പൊതുവേ നീതിന്യായ വ്യവസ്ഥയിൽ കോടതിയിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഇത് ഈ പറയുന്നത് നിയമവിരുദ്ധമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വിധിന്യായത്തിൽ നമുക്ക് വിയോജിപ്പും വിമർശനങ്ങളും ഒക്കെ പറയാം, പക്ഷെ അതിൽ ജഡ്ജിയുടെ ഇന്റൻഷനെ നമ്മൾ വിമർശന വിധേയമാക്കരുത് എന്നതാണ് നമ്മുടെ നിലവിലുള്ള രീതി. അപ്പോൾ അത് ഞാൻ മാഷ്ക്ക് അറിയാമായിരിക്കും, ഞാൻ അതൊന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. വിധിന്യായത്തിലുള്ള നമ്മുടെ വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ പറയാം മാഷെ. ഇല്ല, ഞാൻ പറയുന്നത് എന്തൊരു പരിഹാസം എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ക്രിമിനലുകളുടെ പ്രായത്തെപ്പറ്റിയും അവരുടെ കുടുംബത്തിലെ അവസ്ഥയെപ്പറ്റിയൊക്കെയാണ് ജഡ്ജിന് ബേജാറ്. അപ്പം ഈ പെൺകുട്ടിക്ക് ഇത് മാത്രമല്ല, ഈ സംഗതി കൊണ്ടുണ്ടായെന്ന് വെച്ചാൽ സിനിമാ രംഗത്തെ അനവധി സ്ത്രീകൾക്കും ചില പുരുഷന്മാർക്കും അവരുടെ ജോലിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. പലരും ആ രംഗത്ത് തന്നെ പുറത്തു പോകേണ്ടി വന്നു. പലർക്കും പല അവസരങ്ങളും നഷ്ടപ്പെട്ടു, പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റു. അതിനൊന്നും തെളിവില്ലാത്തതുകൊണ്ടും അതൊന്നും എവിടെയും വരാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ശരി മനസ്സിലായി. പറഞ്ഞത് ഈ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒന്നാണ് ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.